എല്ലാ പ്രിയപ്പെട്ടവർക്കും ഫുഡ് ആൻഡ് ട്രിപ്സിന്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. എസൻഷ്യൽ ആയ പല ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ബീട്രൂട്ട് കൊണ്ട് സ്വാദിഷ്ടമായ ബർഫി തയ്യാറാക്കുന്നതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ബർഫി തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തത് 2 കപ്പ്, പഞ്ചസാര 3/4 കപ്പ്, നെയ്യ് 2 ടേബിൾ സ്പൂൺ, തേങ്ങ ചിരകിയത് 1 കപ്പ്, ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ, കാഷ്യൂനട്ട്സ് നെയ്യിൽ മൂപ്പിച്ചത് ആവശ്യത്തിന്, പീനട്ട്സ് അല്ലെങ്കിൽ ആമണ്ട്സ് പൊടിച്ചത് 2 ടേബിൾ സ്പൂൺ. ആദ്യമായി ഒരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റൗവിൽ വെച്ച് അല്പം നെയ്യ് ചൂടാക്കാം. ഇതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് ജലാംശം വറ്റുന്നത് വരെ ഇളക്കണം. ഇപ്പോൾ തേങ്ങ ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ബീട്രൂട്ട് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ബീട്രൂട്ട് ഇപ്പോൾ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കണം. പഞ്ചസാര മെൽറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പീനട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തുടർച്ചയായി ഇളക്കി വറ്റിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടിയും വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്സും ചേർത്തിളക്കി ഫ്ലെയിം ഓഫ് ആക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കണം. പാനിൽ നിന്ന് ഇതിപ്പോൾ വിട്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം കുഴിവുള്ളൊരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് അല്പം നെയ്യ് പുരട്ടണം. ഈ പ്ലേറ്റിലേക്ക് ബീട്രൂട്ട് മിശ്രിതം മാറ്റി സെറ്റ് ചെയ്യാൻ വെക്കാം. ഒരു സ്റ്റീൽ തവി കൊണ്ട് ബർഫി മിശ്രിതം ഈവനായി നിരത്തി സെറ്റ് ചെയ്യാം.
ഇനി ഒരു ടേബിൾ സ്പൂൺ ഉപയോഗിച്ച് വശങ്ങളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ബർഫി ഫ്രിഡ്ജിൽ വെച്ച് ഏകദേശം 1 മണിക്കൂർ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ സ്വാദിഷ്ടമായ ബർഫി ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കാഷ്യൂനട്ട് വെച്ച് അലങ്കരിച്ച് സെർവ് ചെയ്യാം. വളരെ ക്വിക്കും ഈസിയുമായ ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. ഇതുപോലെ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.